യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഏറ്റവും ഭക്തിയോടെ വിശുദ്ധ കുരിശിന്റെ വഴിയിലൂടെ പ്രാർത്ഥിച്ച് മുന്നേറുകയായിരുന്നു. നമുക്കറിയാം, ഈ പീഡാനുഭവ ദിവസത്തിന്റെ പ്രത്യേകിച്ച് 50 നോയമ്പിലെ ഹോളി വീക്കിലേക്ക് പ്രവേശിച്ച് നമ്മൾ ഓരോ ദിവസവും ഏറ്റവും സവിശേഷമായ വിധത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് മുന്നോട്ട് നീങ്ങുകയാണ്. ഇന്ന് ഈ ബുധനാഴ്ച, നാളെ നമുക്കറിയാം പെസഹ വ്യാഴാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിച്ച് ധ്യാനിക്കുന്നത് ഈശോയുടെ പെസഹ തിരുനാൾ തന്നെയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ, ഞാനൊരു ആമുഖമായിട്ട് പറയട്ടെ, പെസഹ തിരുനാൾ അല്ലെങ്കിൽ പെസഹ പെരുന്നാൾന്നോ തിരുനാൾന്നോ ഒക്കെ പറഞ്ഞാലും ഓർക്കണം, കർത്താവിശ്വസിയെ സംബന്ധിച്ച് അതൊരു തിരുനാൾ അല്ലായിരുന്നു. എല്ലാവരെയും ശിഷ്യന്മാരെ സംബന്ധിച്ചൊക്കെ ഒരു പെരുന്നാളോ തിരുനാളോ പോലെയാണ് തോന്നിയാലും ഈശോയെ സംബന്ധിച്ച് അതൊരു തിരുനാൾ അല്ലായിരുന്നു. അത് നേരെ മറിച്ച് അത് തന്റെ ജീവിതത്തിലെ ഈ ഭൂമിയിലെ ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന്റെയും എല്ലാത്തിന്റെയും ഒരു അവസാന ദിവസം തന്നെയായിരുന്നു. അത് നമ്മളൊന്ന് വായിച്ച് ശ്രവിച്ചതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ ഒരുങ്ങിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നാണ് നമ്മൾ ആ വചനഭാഗം എടുക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 26, 17 മുതൽ 30 വരെയുള്ള വചനങ്ങളാണ്. വിശുദ്ധ ഗ്രന്ഥം കൈവശമുള്ളവര് ഒന്ന് എടുക്കുന്നത് നന്നായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അധ്യായം 26, 17 മുതൽ 30 വരെയുള്ള വചനഭാഗങ്ങൾ. അത് ഞാൻ അച്ഛനൊന്ന് വായിക്കാതെ. പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിന്റെ അടുത്ത് വന്ന് ചോദിച്ചു, നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത്? ഈശോ പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി, ഞാൻ എന്റെ ശിഷ്യന്മാരോട് കൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ ഈശോ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി. കർത്താവെ, അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവദിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റിക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു. എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റിക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു, അത് ഞാനോ? ഈശോ പറഞ്ഞു, നീ അത് പറഞ്ഞു കഴിഞ്ഞു. അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇത് എന്റെ ശരീരമാണ്. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ പിതാവിന്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഉറക്കെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കറിയാം, ഈ പീഡാനുഭവ പ്രത്യേകിച്ച് വലിയ നോയമ്പാചരണത്തിന്റെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ പീഡാനുഭവത്തെ കുറിച്ച് ധ്യാനിക്കുന്ന നമ്മൾ, ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ 2-3 ദിവസം, ഈ ഏതാനും ദിവസങ്ങള് പീഡാനുഭവ ധ്യാനം എന്ന വിധത്തിൽ തന്നെയാണ് എല്ലാ ദിവസവും നമ്മൾ കുരിശിന്റെ വഴി പ്രാർത്ഥനയ്ക്ക് ശേഷം വചനം ശ്രവിക്കുന്നത്. ഇന്ന് നമ്മൾ സഹനത്തിന്റെ 8 സവിശേഷതകൾ കണ്ടു. എന്തുകൊണ്ട് സഹിക്കണം, സഹിച്ചാൽ എങ്ങനെയാണ് നമ്മളൊക്കെ അനുഗ്രഹം പ്രാപിക്കുന്ന സഹനത്തിന്റെ പ്രാധാന്യം എന്ത് എന്നൊക്കെ ഇന്നലെ മനസ്സിലാക്കി. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനും പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും ഒരുങ്ങുന്നത് ഈശോയുടെ പെസഹ തിരുനാള് അഥവാ
അന്ത്യ അത്താഴത്തെ കുറിച്ചാണ്. യേശു ക്രിസ്തു നടത്തിയ അന്ത്യ അത്താഴത്തെ കുറിച്ചാണ്. അത് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വചനം ശ്രമിച്ചത് എന്തുകൊണ്ട് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, അത് ആദ്യം മനസ്സിലാക്കിയതിനു ശേഷം വേണം ഈശോയുടെ അന്ത്യ അത്താഴത്തെ കുറിച്ച് മനസ്സിലാക്കാൻ. കാരണം അന്ത്യ അത്താഴ വേളയിൽ ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം, യൂദാസ് എന്തായിരിക്കും ഈശോയെ ഒറ്റിക്കൊടുക്കാനുള്ള കാരണം. പ്രിയപ്പെട്ടവരെ, ദൈവശാസ്ത്രകാരന്മാർ പറയുന്നത് 3 കാരണങ്ങളാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനുണ്ടായ കാരണങ്ങൾ. അത് 3 ദൈവശാസ്ത്രകാരന്മാർ വിവരിച്ചിരിക്കുന്നത്. കാരണം അത് നമ്മൾ മനസ്സിലാക്കിയാലേ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ എന്തേ പറ്റിയേ യൂദാസ് ഇങ്ങനെ ഈശോയെ ഒറ്റിക്കൊടുക്കാനായിട്ട് എന്താ കാരണം എന്നൊക്കെ ചിന്തിക്കും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് യേശുവിനെ ഒറ്റിക്കൊടുത്തു എന്നത് ഞാനല്ല, ദൈവശാസ്ത്രകാരന്മാരുടെ നിഗമനം 3 യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള കാരണം. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ, ഒന്നാമത്തെ കാരണം യൂദാസിന് പണത്തോടുള്ള അതിയായ ആർത്തി. അതാണ് ഒന്നാമത്തെ കാരണം. അത് നമ്മളൊക്കെ പെട്ടെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, നമുക്ക് പിടികിട്ടുകയും ചെയ്യും. പണത്തോടുള്ള അതിയായ ആർത്തി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തില് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്, പൊതുവായിട്ടുള്ള യൂദാസിനെയാണ് പൊതു പണസഞ്ചി ഏൽപ്പിച്ചിരുന്നതും ഇങ്ങനെ പൊതുപണത്തിൽ നിന്ന് യൂദാസ് കട്ടെടുത്തുകൊണ്ടിരുന്നു ഇടയ്ക്കിടയ്ക്ക് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് ബീഡി വലിക്കാനാണോ, സിഗരറ്റ് വലിക്കാനാണോ, ചുരുട്ട് വലിക്കാനോ, മദ്യം കഴിക്കാനാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂദാസ് പൊതുധനത്തിൽ നിന്ന് കട്ടെടുത്തുകൊണ്ടിരുന്നു. അപ്പൊ യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള ഒന്നാമത്തെ കാരണം ഇതാണ്, ധനത്തോടുള്ള ആർത്തി. ഞാനത് അധികം വിശദീകരിക്കുന്നില്ല, കാരണം നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് വരണം. 2, ഈശോയെ ഒറ്റിക്കൊടുക്കാനുള്ള രണ്ടാമത്തെ കാരണം ഇതാണ്. യൂദാസ് നോക്കിയപ്പോൾ യേശുവിനെ താൻ ഒറ്റിക്കൊടുത്താലും ഈശോ തന്റെ ആത്മീയ ശക്തിയും സിദ്ധിയും ഉപയോഗിച്ച് രക്ഷപ്പെട്ടോളൂ. കാരണം കർത്താവ് 5 അപ്പം 5000-ങ്ങൾക്കായി വർദ്ധിപ്പിച്ചു കൊടുത്തു, 7 അപ്പം 7000-ലേറെ പേർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു, വെള്ളത്തിന് മീതെ നടന്നു, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു, ജായിറുസിന്റെ മകളെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു, വിധവയുടെ മകനെ, മരിച്ച് അടക്കാൻ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വിധവയുടെ മകനെ ഉയർപ്പിച്ചു. ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. യേശു തന്റെ ആത്മീയ പവർ ഉപയോഗിച്ചുകൊണ്ട്, ഡിവൈൻ പവർ ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളും. അപ്പോ യൂദാസ് ചിന്തിച്ചത് എങ്ങനെയാ, എനിക്കാണെങ്കിൽ കാശും കിട്ടും, കർത്താവിശ്വസിയാണ് രക്ഷപ്പെടുകയും ചെയ്യും. നമ്മളൊക്കെ മലയാളത്തിൽ ഒരു പെട്ടെന്ന് ഓർമ്മ വന്ന കേട്ടോ, പഴഞ്ചൊല്ല് പറയാറില്ലേ, ഒരു തരം അപ്പം തിന്നാ 2 ഗുണം. എന്തപ്പാണത് പറഞ്ഞ ആർക്കെങ്കിലും അറിയാമെങ്കിൽ? നെയ്യപ്പം. അയ്യോ എന്റെ ദൈവമേ, ഞാൻ മറന്നുപോയ കാര്യം കേട്ടോ. നെയ്യപ്പം തിന്നാ 2 ഗുണം. എന്നതാ അത്? മീശയും മിനുക്കാം വയറും നിറയ്ക്കാം. ദൈവമേ, ഈ സംശയാക്കി സ്വീകരിക്കട്ടെ സഹോദരി. അത് തന്നെ, മീശയും മിനുക്കാം വയറും നിറയ്ക്കാം. യൂദാസ് ചിന്തിച്ചത് അങ്ങനെ. ഞാൻ അല്പം ഇങ്ങനെ പറയാൻ കാരണം, ഒന്ന് ലളിതമായി നമുക്കൊക്കെ മനസ്സിലാകുന്ന വിധത്തിൽ പെട്ടെന്ന് അങ്ങ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുന്നുള്ളൂ കേട്ടോ. യൂദാസ് ചിന്തിച്ചത് ഇതാണ്, എനിക്കാണെങ്കിൽ കാശ് കിട്ടും, കർത്താവിശ്വസിയാണെങ്കിൽ തന്റെ ഡിവൈൻ പവർ ഉപയോഗിച്ച് രക്ഷപ്പെടുകയും ചെയ്യും. 2 കാര്യം എന്ന പോലെ തന്നെ. അതാണ് രണ്ടാമത്തെ കാരണമായിട്ട് ദൈവശാസ്ത്രകാരന്മാർ പറയുന്നത് ഈശോയെ യൂദാസ് ഒറ്റിക്കൊടുക്കാനുള്ള കാരണം. 3-ാമത്തെ കാരണം പറയുന്നത്, യൂദാസ് പ്രിയപ്പെട്ടവരെ ഓർക്കണം, അദ്ദേഹം ഒരു എന്താ പറയാ ഒരു തീവ്രവാദിയാണ്. ഈ റോമൻ ഭരണത്തെയും റോമൻ പട്ടാളക്കാരെയും വെറുപ്പോടെ കാണുന്ന ഒരു വ്യക്തിയാണ് യൂദാസ്. കാരണം എന്റെ രാജ്യത്ത് വന്ന്, ഇപ്പൊ ഇതാ വേറെ ഏതെങ്കിലും രാജ്യക്കാര്, ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഭരിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടമില്ല, സന്തോഷത്തോടെ അല്ല അത് സ്വീകരിച്ചായിരുന്നത്.
അപ്പൊ റോമൻ പട്ടാളക്കാര്, റോമൻ ഭരണാധികാരികള് ജെറുസലേമിൽ വന്ന് ഭരിക്കുന്നത് യൂദാസ്, ജെറുസലേംകാരനായ ആ നാട്ടുകാരനായ യൂദാസ് ഒട്ടും സഹിച്ചിരുന്നില്ല. അപ്പോൾ യൂദാസ് ചിന്തിച്ചു, ഞാൻ ഒറ്റിക്കൊടുത്താല് കർത്താവ് തന്റെ ആത്മീയ ശക്തി ഉപയോഗിച്ച് റോമൻ പവറിനെ, മിലിറ്ററി പവർ ആകാം, പൊളിറ്റിക്കൽ പവർ ആവാം, എന്ത് പവർ ആകട്ടെ, റോമൻ ആധിപത്യത്തെ തകർക്കുകയും ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിക്കുകയും ചെയ്യും എന്നോർത്തുകൊണ്ടൊക്കെയാണ് യൂദാസ് ഒറ്റുകൊടുത്തത്. അപ്പോ പ്രിയപ്പെട്ടവർ ഓർക്കണം, നമ്മള് വെറുപ്പോടെ യൂദാസിനെ കാണുമെങ്കിലും അങ്ങനെ കാണാം. എന്നാൽ പോലും യൂദാസിന്റെ ഉള്ളിൽ ഇങ്ങനെ 3 ചിന്തകൾ ഉണ്ടായിരുന്നു എന്നാണ് ദൈവശാസ്ത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു. 1, ധനാർത്ഥി. 2, ഈശോ തന്റെ ഡിവൈൻ പവർ ഉപയോഗിച്ച് ശത്രുക്കളെ പരാജയപ്പെടുത്തിക്കൊള്ളും, തനിക്ക് കാശും കിട്ടും. 3, ഈശോ റോമൻ ആധിപത്യത്തെ തകർത്ത് പുതിയൊരു ദൈവരാജ്യം, ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. ഇങ്ങനെയൊക്കെയാണ് യൂദാസ് ചിന്തിച്ച് അങ്ങനെ ഈശോ ഒറ്റുകൊടുക്കാൻ കാരണം. ഇനി നമ്മൾ പ്രിയപ്പെട്ടവരെ ഇത്രയും പ്രാർത്ഥിച്ച്, അതുകൊണ്ടാണ് അച്ഛൻ ഇതിങ്ങനെ പറയാൻ കാരണം ഇന്ന് നമ്മൾ വായിച്ച വചനത്തിൽ എടുപ്പ്. ഇനി നമ്മൾ മനസ്സിലാക്കുകയും പ്രാർത്ഥിക്കാനും പോകുന്നത് ഇതാണ്, ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഓർക്കണം, കർത്താവ് ഈശോ ഇങ്ങനെ അന്ത്യ അത്താഴ്വേളയിൽ വിശുദ്ധ കുർബാന സ്ഥാപിച്ച്, നാളെ നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ അങ്ങനെ പറയാൻ കാരണം എല്ലാ പള്ളികളിലും വൈകുന്നേരമാണ് വിശുദ്ധ ഈ പെസഹ വ്യാഴാഴ്ച തിരുനാളിന്റെ ശുശ്രൂഷകൾ. ഇവിടുത്തെ എന്റെ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. എന്നാലും അത് കഴിഞ്ഞ സമയം കിട്ടുവാണെങ്കിൽ നമ്മൾ വിശുദ്ധ കുർബാനയെ കുറിച്ച്, കുർബാന സ്ഥാപനത്തെ കുറിച്ച് തന്നെ ധ്യാനിക്കും. ഇപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ യൂദാസിനെ കുറിച്ച് ധ്യാനിച്ച് അദ്ദേഹം ചെയ്യാൻ എന്താ കാരണമെന്ന് ചിന്തിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിലൂടെ കർത്താവ് യേശു പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ ഇതിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പറഞ്ഞു തരുന്നുണ്ട്. അതായത് 3 ആഘോഷങ്ങളാണ് ഇതിലൂടെ നടക്കുന്നത്. 1, ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ഹോളി മാസ്, ഏറ്റവും ആദ്യമായി അർപ്പിക്കപ്പെട്ട വിശുദ്ധ ബലിയുടെ ആനിവേഴ്സറി നമ്മൾ പെസഹ തിരുനാൾ ആഘോഷത്തിലൂടെ അനുസ്മരിക്കുകയാണ്. ഉറക്കെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ഹോളി മാസ്. അപ്പൊ ഓർക്കണം, അങ്ങനെ നമ്മൾ ഈ വചനത്തെ കാണുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എത്രയോ മനോഹരമാണ്, എത്രയോ ഹൃദ്യവും പ്രാധാന്യപ്പെട്ടതുമാണെന്ന് ഓർക്കണം. നമ്മളൊക്കെ ആനിവേഴ്സറികൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആനിവേഴ്സറി ആഘോഷിക്കാറുണ്ട്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അപ്പോ വിശുദ്ധ കുർബാന പെസഹ വ്യാഴാഴ്ച നമ്മള് ദി ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ഹോളി മാസ്. ഞാൻ അതിന്റെ ഹെഡിങ് മാത്രം ഇംഗ്ലീഷിലും കൂടെ പറയുന്നത് നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾക്കും കൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ഹോളി മാസ്. അപ്പൊ പെസഹ തിരുനാളിൽ, പെസഹ വ്യാഴാഴ്ച നമ്മൾ ആദ്യമായിട്ട് ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും വിശുദ്ധ കുർബാനയുടെ ആനിവേഴ്സറിയാണ്. രണ്ടാമത്തെ ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ ദ ആനിവേഴ്സറി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, അഥവാ പൗരോഹിത്യത്തിലെ കുർബാന ചൊല്ലാനുള്ള, കുർബാന അർപ്പണത്തിനുള്ള, അഥവാ മറ്റൊരു വിധത്തിൽ ലളിതമായി പറഞ്ഞാൽ വിശുദ്ധ കുർബാന എന്ന സർവീസ്, സേവനം ചെയ്യുന്നതിന്റെ ആനിവേഴ്സറിയാണ് നമ്മൾ പെസഹ വ്യാഴാഴ്ച ആചരിക്കുന്നത്. ഓർക്കണം, അന്നല്ലേ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് ഈ ലോകത്തുള്ള എല്ലാ വൈദികർക്കും, മാർപ്പാപ്പ തുടങ്ങി എല്ലാ വൈദികർക്കും വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള ഒരു വരവും കൃപയും അനുഗ്രഹവും കർത്താവ് യേശു പ്രദാനം ചെയ്തത് ഈ പെസഹ തിരുനാളിലൂടെയാണ്, തന്റെ അന്ത്യ അത്താഴത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതായി മനസ്സിലാക്കുന്നത് ദി ആനിവേഴ്സറി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. ഓർക്കണം പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ ബലി അർപ്പിക്കാനാണ്. ഇങ്ങനെ ഞാനിത് പറയുമ്പോഴും പ്രാർത്ഥിച്ച് ധ്യാനിച്ചപ്പോഴും ഒക്കെ ഉണ്ടല്ലോ, ഞാൻ ഓർക്കുന്നുണ്ട് സീറോ മലബാർ, നമ്മുടെ സഭയില് സീറോ മലബാർ സഭയില് അച്ഛന്മാരെ സംബന്ധിച്ച് ദിവസത്തിൽ ഒരു വിശുദ്ധ കുർബാനയെങ്കിലും, ഒരു കുർബാനയെങ്കിലും അർപ്പിക്കണം എന്നത് നിർബന്ധമാണ്.
നിയമം കൊണ്ട് അനുശാസിക്കുന്നുണ്ട്. അപ്പൊ ഒരു ദിവസം ഞാൻ ഒരു കുർബാന ചൊല്ലിയില്ല നോക്ക്. സീറോ മലബാർ സഭയിലെ അംഗമായ ഞാൻ, ഒരു വൈദികനായ ഞാൻ, ദിവസത്തിൽ ഒരു കുർബാനയെങ്കിലും ചെല്ലണം എന്നുള്ളത് നിയമം കൊണ്ട് അനുശാസിക്കുന്നുണ്ട് സീറോ മലബാർ സഭ. ലാറ്റിൻ റൈറ്റിൽ അങ്ങനെ ഇല്ല, എങ്കിലും നമ്മുടെ സഭയിൽ അതുണ്ട്. അപ്പൊ ഓർക്കണം പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മുടെ സഭ അങ്ങനെ അനുശാസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് യേശു അന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഓർക്കണം, അപ്പൊ നമ്മൾ എല്ലാ ദിവസവും ഒരു വൈദികൻ കുർബാന അർപ്പിക്കണം എന്ന് നിയമം വഴിയായിട്ട് നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും, എന്നെ ശ്രമിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഓരോരുത്തരും നിർബന്ധം വയ്ക്കണം, ഞാൻ സാധിക്കുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുമെന്ന്. ഈ അമേരിക്കയിലായിരിക്കും നമുക്ക് എല്ലാ ദിവസവും സാധിക്കില്ലെങ്കിലും, എനിക്കറിയാം എന്റെ പള്ളിയിൽ, ഇപ്പൊ ഞാൻ ഇവിടെ ആയിരിക്കുന്ന ഈ ലൂയിവിൽ രൂപതയിലെ ഈ പള്ളിയില് ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, എനിക്ക് ആ പേര് പറയുന്നതിലും സന്തോഷമേ ഉള്ളൂ. നമ്മുടെ മലയാളികളിൽപ്പെട്ട ഒരു സഹോദരി, ആ സഹോദരിയുടെ ഭർത്താവ് എല്ലാ ദിവസവും, ഒരു പറഞ്ഞ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നു. എന്നെ ശ്രമിക്കുന്ന നമ്മളെല്ലാവരെയും പോലെ തന്നെ ജോലിയുള്ളതാണ്. നേഴ്സിംഗ് ജോലി ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ആ സഹോദരിയുടെ പേരാണ് ജാൻസി ചേച്ചി. പ്രിയപ്പെട്ടവരെ ഓർക്കണം, എല്ലാ ദിവസവും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ആ സഹോദരിയെ കാണുമ്പോൾ എന്ന് ഓർക്കുന്നു, എന്റെ ദൈവമേ, എല്ലാ ദിവസവും കുർബാനയ്ക്ക് വരുന്നുണ്ടല്ലോ. എത്ര നൈറ്റ് ഡ്യൂട്ടി ആയാലും ഡേ ഡ്യൂട്ടി ആയാലും എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. ചിലപ്പോ ഇന്ന് ഒരുവിധം പറഞ്ഞ ഇന്ന് ഈ ശുശ്രൂഷയിൽ ഈ വചനം ശ്രവിക്കുന്നുണ്ടായിരിക്കും. ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്, ജാൻസി ചേച്ചിയും സാധിക്കാവുന്നിടത്തോളം ജാൻസി ചേച്ചിയുടെ ഭർത്താവ് ജോൺ ചേട്ടനും എന്നും വിശുദ്ധ ബലിയിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും ഇതിൽ കൂടുതൽ അനുഗ്രഹം ഒന്നുമില്ല. ഇതിൽ കൂടുതൽ അഭിമാനിക്കാൻ വേറെ ഒന്നുമില്ല. നമ്മുടെ പണമോ നമ്മുടെ സ്ഥാനമോ നമ്മുടെ സമ്പത്തോ നമ്മുടെ കഴിവുകളോ ഒന്നുമല്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാല് അത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മളെ സംബന്ധിച്ച്. ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുകയാണ്, എന്റെ അപ്പൻ മരിച്ചിട്ടിപ്പോ 4 കൊല്ലമായി. എന്നോട് പറഞ്ഞിട്ടുണ്ടേ, ചെറുപ്പത്തിൽ അദ്ദേഹം ഈ ഗ്രാമപ്രദേശത്തിലാകുമ്പോ അടുത്തടുത്തൊന്നും പള്ളിയില്ലാത്തപ്പം ഞായറാഴ്ചകളിലെങ്കിലും കുർബാനയിൽ പങ്കെടുക്കാൻ 18 കിലോമീറ്റർ നടന്ന് പള്ളിയിൽ പോയിട്ടുണ്ടെന്ന്. ഓർക്കണം, 18 കിലോമീറ്റർ നടന്ന് പള്ളിയിൽ പോയി ഒരു കുർബാന കണ്ടിട്ട് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ടെന്ന്. അത് ഒരു ദിവസമല്ല 2 ദിവസമല്ല, ഏകദേശം 10 കൊല്ലത്തോളം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുക, ഞാനൊരു വൈദികനായിട്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ടെങ്കിൽ, വിശുദ്ധ കുർബാന ചൊല്ലുന്നതിൽ അഭിമാനം കൊള്ളുന്നുണ്ടെങ്കിൽ, അതെന്റെ കഴിവോ എന്റെ ഒന്നുമല്ല. എന്റെ അപ്പൻ ഇങ്ങനെ 18 കിലോമീറ്റർ ഒക്കെ നടന്ന് ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ ആവേശവും ഭക്തിയും വിശ്വാസവും കാണിച്ചുകൊണ്ട് തന്നെയാ. അല്ലാതെ എന്റെ ബുദ്ധിയോ എന്റെ കഴിവോ എന്റെ സിദ്ധിയോ ഒന്നുമല്ല, എനിക്കറിയാതെ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഓർക്കണം, നമ്മുടെ കാർന്നോമാർക്കൊക്കെ അങ്ങനെ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യവും വലിപ്പവും മഹത്വവും എന്താണെന്നൊക്കെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയേറെ സമയം ചെലവഴിച്ച് ഒരു കുർബാനയിൽ പങ്കെടുത്ത് തിരിച്ചു വന്നാൽ പിന്നത്തെ ഞായറാഴ്ച വരെ ആ കുർബാനയുടെ ശക്തി അവരിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ഇന്ന് ഞാൻ ഈ ജാൻസി ചേച്ചിയിലും ആ ചേച്ചിയുടെ ഭർത്താവിനും ഞാൻ കാണുന്നത് എങ്ങനെ തന്നെയാ. നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഉറക്കം തൂങ്ങിയാണ്. വെളുപ്പിന് 5 മണിക്കാണ് ജോലി കഴിയുന്നതെങ്കിലും 8:15 കുർബാനയ്ക്ക് എത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് വെരി സിമ്പിൾ. അവര് വരുന്നു. പ്രിയ അപ്പൊ വിശുദ്ധ കുർബാനയ്ക്ക് അത്രയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു. അപ്പൊ ഈ കുർബാന കർത്താവ് യേശു സ്ഥാപിച്ചു അന്ത്യ അത്താഴ വേളയിൽ. അതാണ് ആനിവേഴ്സറി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഓർക്കുക, ഇപ്പൊ ഇവിടെ വന്നിട്ട്, ഞാൻ ഈ അമേരിക്ക വന്നിട്ട് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അതീനാളായില്ലെന്ന്. ഇപ്പൊ 7-8 മാസമായുള്ളെങ്കിലും ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട്, അതായത് ഒരു
4 മാസം തൊട്ട് ഇപ്പൊ ജൂണിൽ വന്നു, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഒക്ടോബർ മാസം മുതല് ഇത് ഞാൻ കുറച്ച് അഹങ്കാരത്തോടെ പറയുന്നതിന് കുഴപ്പമില്ലോ അല്ലേ? എനിക്ക് പരിചയമുള്ളവരായതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ പറയുന്നത്. അതായത് ഒക്ടോബർ പകുതി തൊട്ട് 15-ാം തീയതി തൊട്ട് എല്ലാ മാസവും ഞാൻ ഏകദേശം 50-55 കുർബാന ചൊല്ലുന്നുണ്ട്. ഒരു മാസത്തില് 55 കുർബാന ഞാൻ അർപ്പിക്കുന്നുണ്ട്. അതൊരു അനുഗ്രഹം തന്നെയാണെന്നാണ് ഞാൻ കരുതുന്നത്, അല്ലെ പ്രിയപ്പെട്ടവരെ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഓർക്കണം, മാസത്തിൽ 30 ദിവസത്തിൽ 30 കുർബാനയ്ക്ക് പകരം ആഴ്ചയിൽ ഒരു ഡേ ഓഫ് ഉണ്ട്. അന്ന് ഒറ്റ അച്ഛന്മാരും കുർബാന ചെല്ലാറില്ല. എന്നാൽ ഞാൻ ദൈവാനുഗ്രഹം എന്നേ പറയുന്നുള്ളൂ. ഡേ ഓഫ് പോലും കൂടാതെ, ഓഫ് ഡേ പോലും ഇല്ലാതെ എല്ലാ ദിവസവും 2 കുർബാന വെച്ച് ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഞാൻ 60 എന്ന് പറയാതെ 55 കുർബാന, ശരിക്കും പറഞ്ഞാൽ 60-62 കുർബാന വരും. എന്നാൽ പോലും മിനിമം 55-58 കുർബാന ഒരു മാസത്തിൽ ഇപ്പോൾ ഞാൻ 4 മാസമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്, അർപ്പിക്കുന്നുണ്ട്. ഇത് ഞാൻ എടുക്കുന്നത് വലിയ അനുഗ്രഹമായിട്ടാണ്, കൃപയായിട്ടാണ്. ഉറക്കെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. കാരണം ഈ ലൂയിവിൽ രൂപതയിലെ പ്രത്യേക സാഹചര്യത്താല് എനിക്കറിയാം, ഈ രൂപതയിൽ എനിക്ക് മാത്രമേ ഇങ്ങനെ കിട്ടിയിട്ടുള്ളൂ. എല്ലാ ദിവസവും 2 പള്ളിയിൽ ഓരോ കുർബാന വീതം അർപ്പിക്കാനുള്ള അനുഗ്രഹം, അവസരം എനിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത് ഇന്നും ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. 2 പള്ളിയിലും കുർബാന ചൊല്ലാൻ എനിക്ക് അവസരം കിട്ടി. അടുത്ത ജൂൺ മാസം 22-ാം തീയതി വരെ അങ്ങനെ തന്നെ ദൈവാനുഗ്രഹത്താൽ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഉറക്കെന്ന് സന്തോഷത്തോടെ പറഞ്ഞ് ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്ന് ദ ആനിവേഴ്സറി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, അതായത് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള വലിയ അനുഗ്രഹം കിട്ടിയതിന്റെ ആനിവേഴ്സറിയാണ് പെസഹ വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുന്നു, അനുസ്മരിക്കുന്നു. ഇനി 3-ാമതായിട്ട് നമ്മൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന ഈ പെസഹ വ്യാഴാഴ്ച ഈ സ്ഥാപനത്തിന്റെ ദിവസം നമ്മൾ അനുഷ്ഠിക്കുന്നതും അനുസ്മരിക്കുന്നതാണ് the anniversary of Jesus' promulgation of his new commandment of love. അതായത് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന്റെയും അത് കാണിച്ചു കൊടുത്തതിന്റെയും ആനിവേഴ്സറിയാണ് പെസഹ വ്യാഴാഴ്ച നമ്മൾ ആചരിക്കുന്നതും അനുഷ്ഠിക്കുന്നതും. എത്രയോ മനോഹരമാണ് അല്ലെ? ഹല്ലേലൂയ. കാരണം കർത്താവ് യേശു പറഞ്ഞു, ലവ് വൺ അനദർ ആസ് ഐ ലവ് യു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. അതിന്റെ അനുസ്മരണം, ആനിവേഴ്സറിയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. എനിക്കറിയാം ഇതാ സമയമായി, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ ഓർക്കണം, അപ്പൊ ഇങ്ങനെ ഈ വിശുദ്ധ കുർബാനയുടെയും സ്നേഹത്തിന്റെയും ഒക്കെ ആനിവേഴ്സറി ആചരിക്കുന്ന ഈ പെസഹ വ്യാഴാഴ്ച എന്നെയും നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട സുദിനമാണ്. അവസാനമായിട്ട് 4-മതായിട്ട് ഹംബിൾ സർവീസ് ചെയ്യാനുള്ള, എളിമയോടെ ദൈവ ശുശ്രൂഷ ചെയ്യാനുള്ള ഒരു സുദിനമാണ് പെസഹ വ്യാഴാഴ്ച. എന്ന് വെച്ചാൽ അന്ന് മാത്രമല്ല, അന്ന് തുടങ്ങി എന്നും എ ചലഞ്ച് ഫോർ ഹംബിൾ സർവീസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇന്ന് അച്ഛന് പ്രത്യേകമായിട്ടും പറഞ്ഞു തരാനുള്ളത്. ഈ പെസഹ വ്യാഴാഴ്ച ദിവസം നമ്മൾ ഓർമ്മിച്ചിരിക്കേണ്ടതും. അതുകൊണ്ട് ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ തരത്തിൽ ജീവിക്കുവാനും വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുക്കുവാനും അതിൽ അഭിമാനം കൊള്ളുവാനും ഈശോ നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ. കരങ്ങൾ തുറന്നു പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആനിവേഴ്സറി ഓഫ് ദ ഫസ്റ്റ് ഹോളി മാസ്, ദി ആനിവേഴ്സറി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മിനിസ്റ്റീരിയൽ പ്രീസ്റ്റ്ഹുഡ്, ദി ആനിവേഴ്സറി ഓഫ് ജീസസ് പ്രൊമൾഗേഷൻ ഓഫ് ഹിസ് ന്യൂ കമാൻഡ്മെന്റ് ഓഫ് ലവ്. അവസാനമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി, ഇറ്റ് ഈസ് എ ചലഞ്ച് ഫോർ ഹംബിൾ സർവീസ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും ഈ
ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. കുറച്ചുകൂടെ അവർക്ക് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. വിദ്യാർത്ഥികളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ.